ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ ദിന ക്വിസിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും 5-7 ക്ലാസ്സുകളിലെ സ്കൂൾ സിലബസുകളും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. കുട്ടികളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുതേ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 26. മദ്യനിരോധനമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യദുരന്തം ഏത്? വൈപ്പിൻ. പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31. ഇന്ത്യയിലെ ആദ്യ പുകയില വിരുദ്ധ ഗ്രാമം ഏത്? കൂലിമാട്, കോഴിക്കോട്. ഇന്ത്യയിൽ പുകവലി കൊണ്ടുവന്ന വിദേശ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാർ. പുകയിലയിലെ പ്രധാന വിഷവസ്തു ഏത്? നിക്കോട്ടിൻ. നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ്? ജീൻ നിക്കോട്ട്. മദ്യവും പുകയിലയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ലഹരി വസ്തു ഏതാണ്? കഞ്ചാവ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. പുകയിലയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് എവിടെ? അമേരിക്ക. നിക്കോട്ടിൻ ഉണ്ടാകുന്നത് പുകയില ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ്? വേരിൽ നിന്ന്. പുകവലിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നിക്കോട്ടിയാന. പുകവലിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കരുതെന്ന് ഹൈക്കോടതി വിധി ഉണ്ടായ വർഷം ഏത്? 1999. കേരളത്തിൽ ചാരായം നിരോധിച്ച വർഷമെന്ന്? 1996. ഏത് വർഷമാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? 1987. ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏതാണ്? ഭൂട്ടാൻ. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത്? ബ്രൗൺ ഷുഗർ. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല എന്നറിയപ്പെടുന്നത്? കോട്ടയം. അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരളിനെ. അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? സീറോസിസ്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടി ഏത്? വിമുക്തി. തലച്ചോറിലെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത്? സെറിബെല്ലം. മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ, നിനക്ക് മറ്റു പേർ ഒന്നുമില്ലെങ്കിൽ നിന്നെ ഞാൻ ചെകുത്താൻ എന്ന് വിളിക്കാം. ആരുടെ വരികൾ? ഷേക്സ്പിയർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ചൈന. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള കറുപ്പ് യുദ്ധവുമായി. 2024 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ പ്രമേയം? ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഈസ് പ്രിവെൻഷൻ. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം? പുകയില വ്യാപാര ഇടപെടലിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പൊതുപ്രതീകം എന്താണ്? പുതിയ പൂക്കളുള്ള ആഷ്ട്രേകൾ. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏത്? ചണ്ഡീഗഡ്. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും എത്ര ദൂരപരിധിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത്? 100 വാര. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? കാഞ്ചിയാർ, ഇടുക്കി. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏത്? കോഴിക്കോട്. കറുപ്പ്, ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? പോപ്പിച്ചെടി. മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ്? ബ്രാൻഡി. നോട്ട് മീ ബട്ട് യു എന്ന ആപ്തവാക്യം ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെതാണ്? NSS. കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത്? അയ്യപ്പനും കോശിയും. ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? അറബി. ആൽക്കഹോൾ എന്ന പദം ഉണ്ടായത് ഏത് വാക്കിൽ നിന്നാണ്? അൽ കുഹൂൽ.
കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രമേത്? പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ ലഹരി മുക്തമാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഉണർവ്. ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത്? നിക്കോട്ടിയാന. Please like and subscribe.